എന്നോട് സംസാരിച്ചാ ഞാൻ പിന്നെ അവനോട് മിണ്ടുകയില്ല. വന്ന് ഭക്ഷണം കഴിച്ചിട്ടങ്ങ് പോകും. ശരി ശരി പോട്ടെ വിട്. അവൻ തന്നെയാ. പറകൂടി. ഞാൻ കോടതി ആവശ്യത്തിന് കോയമ്പത്തൂർ പോവുക. ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേൾക്കണം. അമ്മയും നീയും ഒരു കാരണവശാലും പുറത്തിറങ്ങാൻ പാടില്ല. ആര് വന്ന് വിളിച്ചാലും, പ്രത്യേകിച്ച് രുദ്ര. പറഞ്ഞു കേട്ടല്ലോ. ശരി ശരി. ഏടത്തി വന്ന് വിളിച്ചാലും പോകാൻ പാടില്ല. എന്തൊരു വർത്താനം അത്. ഈ ഏടത്തി നാളെ ഞാൻ മിനിസ്റ്ററായിട്ട് ചാർജ് എടുക്കാൻ പോവാ. എന്നെ നേരിട്ട് വന്ന് അനുഗ്രഹിച്ച വളരെ സന്തോഷമായിരിക്കും അമ്മേ. ഭരത് എവിടെ പോയി? അവര് രണ്ടുപേരും കല്യാണം കഴിക്കാൻ പോകുന്നല്ലേ പറഞ്ഞത്? അല്ല, ആർക്കെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടോ? ശരി, അങ്ങോട്ട് സൈഡിലോട്ട് മാറി നിന്നു. കുഴപ്പമില്ല. നിന്റെ അമ്മയെ ജീവനോടെ വേണമെങ്കിൽ ഫയലും കൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് വാടാ. ഇവനെന്താ ഫയലില്ലാതെ വരുന്നത്? ഫയൽ എവിടാ? നിന്നോട് ഫയലുമായിട്ട് വരാനല്ലേ പറഞ്ഞേ? അമ്മയെ കാണിച്ചെന്നാ ഫയൽ എവിടെയാണെന്ന് പറയാം. അടിച്ചു കൊല്ലണവനെ. ഫയൽ എടുക്കാതെ കൈയും വീശി വന്നിരിക്കുന്നു. തീർത്തേക്കണവനെ. നിന്റെ ചേട്ടനെ കൊന്നത് ആരാണെന്ന് അന്വേഷിച്ച് നീ നാട് മുഴുവൻ അലഞ്ഞു നടക്കുകയല്ലേ? ഞാൻ തന്നെയാ. ഈ കൈകൊണ്ടാ ഞാൻ കുത്തിക്കൊന്നത്. എനിക്കെതിരെ നിന്നതുകൊണ്ട് അവനെ കൊന്നത്. നീ അതുപോലെ മുരിക്കും. ഇപ്പം മുരട്ടു സ്വഭാവം ബുദ്ധിസാമർഥ്യം ഒരുമിച്ച് പ്രതിഫലിക്കുന്ന ഒരു മനുഷ്യനായി മാറിയിരിക്കുക അനൂപ്.
ഇത്രയും കാലം കൊടിയെ കൊന്നത് ആരാണെന്ന് നിനക്കറിയുന്ന ഞാൻ വിചാരിച്ചത്. എന്നാ നീയാണ് ആ കൊലപാതകയെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അനൂപേ വേണ്ടടാ, ഇവളുടെ കൈകൊണ്ട് കൊടി മരിക്കില്ല. എന്തോ ഒരു കാരണം കണ്ട് ഇവള് ജീവിക്കാൻ വേണ്ടി അവൻ ഒഴിഞ്ഞു കൊടുത്തതാ. ഇപ്പൊ നീ ഇവളെ എന്തെങ്കിലും ചെയ്താ അവൻ ചെയ്തതിന് അർത്ഥമില്ലാതെ പോകും. നീ ആഗ്രഹിക്കുന്ന പദവി ഒരിക്കലും നിനക്ക് സന്തോഷം തരാതെ നിന്നെ ജീവിതത്തിൽ ഒറ്റപ്പെടുത്തും. നോക്കിക്കോ, അപ്പോഴേ നിനക്ക് കൊടിയുടെ മഹത്വം മനസ്സിലാകും. ഭാനുപേ, എന്താ എടുത്ത് എന്നാലും ഇങ്ങനെ ചെയ്തല്ലോ. കൊടി എനിക്ക് ജീവനായിരുന്നു എടുത്ത്. എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ സ്വന്തം എല്ലാത്തിനും ഉപരിയായിട്ട് അവൻ ഫ്രണ്ടായിരുന്നു എടുത്തി. നിങ്ങളുടെ രണ്ടുപേരെയും കല്യാണം കഴിഞ്ഞ് സന്തോഷമായിട്ട് കാണണമെന്ന് വിചാരിച്ചതാ. അതെല്ലാം നശിപ്പിച്ചില്ലേ. ഇനിയൊന്നും വേണ്ട, കൊടിയുടെ കൂടെ പോയി ജീവിക്കുക.